എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് വിജനമായി കിടക്കുന്ന നമ്മുടെ സ്കൂള് കാണിക്കും. ആക്ച്വലി നമ്മുടെ പിള്ളേർക്ക് അവർക്കിപ്പോ സമ്മർ വെക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത വില്ലന്മാരുടെ ലീഡർ സാക്ഷാൽ ഡോമർ. അവൻ ഒരുപാട് ശ്രമിച്ചിട്ടും അവന്റെ ദേഷ്യവും സങ്കടവും അത് അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എല്ലാത്തിനും കാരണക്കാരൻ ആ ചിരിക്കുടനാണ്. അവൻ എങ്ങനെയെങ്കിലും എനിക്ക് കൊന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ച് ഒരുപാട് മാസ്റ്റർ പ്ലാൻസ് ഒക്കെ ക്രിയേറ്റ് ആക്കും. വില്ലൻ പതിയെ ഇപ്പൊ ഇസക്ക് പയ്യന്റെ ഫോട്ടോ അത് പുറത്തെടുക്കും. ഡോമർ വില്ലന് ചിരിക്കുട്ടനെ പോലെ തന്നെ നമ്മുടെ ഹീറോയിനെയും ഒരു നോട്ടമുണ്ട്. കാരണം ചിരിക്കുട്ടന്റെയും നമ്മുടെ ഹീറോയുടെയും പവർ അത് ഓൾമോസ്റ്റ് സെയിം ആണ്. ചിരിക്കുട്ടനെ വില്ലന്മാർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇസക്ക് പയ്യനാണ് അതിന്റെ ഇടയിലേക്ക് ചാടി വീണ് അവനെ രക്ഷപ്പെടുത്തിയത്. മാത്രമല്ല ഹീറോ കില്ലറെ കൊന്ന ടോഡറോക്കെയും കണ്ണാടി പയ്യനെയും അവൻ നോട്ടമിട്ടിട്ടുണ്ട്. കാരണം ഇവർക്ക് 3 പേർക്കും നല്ല പവറുണ്ട്. ഇവർ ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ നല്ല സൂപ്പർ ഹീറോസ് ആയിട്ട് ഈ വില്ലന്മാർക്ക് തന്നെ പാരയായിട്ട് വരും. അതുകൊണ്ട് അവരെ മുളയിലേ നുള്ളണമെന്ന് പറഞ്ഞ് അവൻ അവരെ കൂടെ തട്ടിക്കളയാനുള്ള ചില പ്ലാനുകൾ ആലോചിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ ഹീറോയെ കാണിക്കും. ഹീറോ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇപ്പൊ സമ്മർ ട്രെയിനിങ്ങിന് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിരിക്കുട്ടന്റെ ഒരു ഫോട്ടോ ഒക്കെ നോക്കി ഡംബലൊക്കെ എടുത്ത് നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് അവനിപ്പോ അവന്റെ 6 പാക്കും ചെസ്റ്റൊക്കെ പുറത്തേക്ക് തള്ളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവന്റെ അടുത്തേക്ക് ഇപ്പൊ ക്യാമിനാരിയും മിനട്ടോയും വരും. അവര് പറയും, ക്യാമ്പിന് മുമ്പ് നമുക്ക് 3 പേർക്കും ചേർന്ന് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാലോ? കുറച്ച് സ്വിമ്മിംഗ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാട്ടിൽ പോയി വലിയ പുഴയിലൊക്കെ എടുത്തു ചാടി ഹായായിട്ട് സ്വിം ചെയ്യാം. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ഇസുക്ക് പയ്യനും അവരുടെ കൂടെ ചേർന്ന് സ്വിം ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്ത സ്കൂളില് ഇപ്പൊ മാസ്റ്റർ ആവട്ടെ ഓരോരോ സ്റ്റുഡൻസിന്റെ പേരും അവരുടെ പവറും അത് കറക്റ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പൊ അതേ സമയത്ത് നമ്മുടെ 3 ആശാന്മാരും ഇപ്പൊ സ്കൂളിലേക്ക് വരും. ഹീറോ മാസ്റ്ററിനോട് ചോദിക്കും, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ കുറച്ചു നേരം സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്തോട്ടെ. അതിന് മാസ്റ്റർ പറയും, കുഴപ്പമില്ല, പക്ഷെ മാക്സിമം 5 മണി വരെ മാത്രമേ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനോക്കെ പറഞ്ഞ് നമ്മുടെ 3 ആൾക്കാരും ഇപ്പൊ പൂളിന്റെ അടുത്തേക്ക് വരും. ആക്ച്വലി മിനട്ടയും ക്യാമിനാരിയും അവർ 2 പേരും പ്ലാൻ ചെയ്താണ് ഹീറോയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഗേൾസ് എല്ലാവരും ചേർന്ന് ഇപ്പൊ ഒരു പ്ലാൻ ഇടും. നമുക്ക് തീർച്ചയായിട്ടും ട്രെയിനിങ്ങിന് പോകുന്നതിന് മുൻപായിട്ട് സ്വിമ്മിംഗ് പൂളില് ഒന്ന് കുളിക്കണം. ഇവരിങ്ങനെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ മിനട്ടോ പയ്യൻ കേട്ട് അത് ക്യാമിനാരിയോട് പറഞ്ഞ് അവർ 2 പേരും ഗേൾസിന്റെ കുളിസീൻ കാണാനാണ് കഷ്ടപ്പെട്ട് വലിയ മാസ്റ്റർ പ്ലാൻ ഒക്കെ ഇട്ട് ഇപ്പൊ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ 2 ആശാന്മാരും ഇപ്പൊ സ്വിമ്മിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് ഓടി പൂളിന്റെ അടുത്തേക്ക് വരും. പൂളിന്റെ അടുത്തെത്തുമ്പോഴേക്കും നമ്മുടെ 2 ആൾക്കാരും ഇപ്പൊ ഷോക്കായി പോകും. കാരണം നമ്മുടെ ഹീറോ ക്ലാസ്സിലുണ്ടായിരുന്ന ബാക്കി എല്ലാ സ്റ്റുഡൻസിനെയും ഇപ്പൊ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അവരെ എല്ലാവരെയും കണ്ട് ഇപ്പൊ ക്യാമിനാരി പയ്യന് ഒരുപാട് സങ്കടാവും. അപ്പൊ മിനട്ടോ പറയും, വിഷമിക്കേണ്ട ആവശ്യമില്ല, ഗേൾസ് ഉറപ്പായിട്ടും വരും. അവരുടെ ബിക്കിനി ഡ്രസ്സ് നമുക്ക് കണ്ട് ആസ്വദിക്കാന്ന് പറഞ്ഞ് അവര് കണ്ണും തള്ളി നോക്കി നിൽക്കും. പക്ഷെ നമ്മുടെ പെൺപിള്ളേര് അവര് ബോഡി ഫുൾ കവർ ചെയ്യുന്ന സ്വിമ്മിംഗ് സ്യൂട്ട് ഇട്ട് ഇപ്പൊ പൂളിന്റെ അടുത്തേക്ക് വരും. ക്യാമിനാരി പയ്യന്റെ ഫ്യൂസ് പോയി അവൻ തല താഴ്ത്തി നിൽക്കും. പക്ഷെ മിനട്ടോ പയ്യൻ അവൻ വിടില്ല. അവൻ വെള്ളമിറക്കി പെൺപിള്ളേരുടെ ചോര അത് ഊറ്റി കുടിക്കുകയാണ്. കറക്റ്റ് സമയത്ത് കണ്ണാടി പയ്യൻ നമ്മുടെ 2 ആൾക്കാരെയും തൂക്കിയെടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് വലിച്ചെറിയും. അവര് വെള്ളമൊക്കെ കുടിച്ച് ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് നീന്തിക്കൊണ്ട് നിൽക്കും. അപ്പൊ ദൂരത്തായിട്ട് ഇസക്ക് പയ്യനെ കണ്ട് കണ്ണാടി പയ്യൻ അവന് കുടിക്കാൻ ഒരു ജ്യൂസ് കൊടുക്കും. കണ്ണാടി പയ്യന് നമ്മുടെ ഹീറോയെ ഇപ്പോ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ആദ്യം അവൻ ഹീറോയെ കണ്ടപ്പോ അവൻ ഒരു പവറും ഇല്ല എന്നാണ് തെറ്റിദ്ധരിച്ചത്. പിന്നീട് ഇസുക്ക് പയ്യന്റെ പവർ കണ്ട് അവനിപ്പോ നമ്മുടെ ആളുടെ കട്ട ഫാനാണ്. കണ്ണാടി പയ്യൻ പറയും, ലാസ്റ്റ് ബാറ്റിലില് നീ ഒറ്റൊരാൾ കാരണമാണ് നീയും ചപ്രത്തലയനും ആ ഒരു ഗെയിമിൽ ജയിച്ചത്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ചപ്രത്തലയൻ അവൻ ഒരുപാട് ദേഷ്യം വന്ന് ഇപ്പൊ അവിടേക്ക് വരും. അവൻ പറയും, ഇവൻ കാരണമൊന്നും അല്ല, എന്റെ മാസ്റ്റർ പ്ലാൻ ആണ് ഞങ്ങൾ ജയിക്കാൻ കാരണം. ഇവൻ അത്രയ്ക്ക് പവർഫുൾ ആണെങ്കിൽ അവനോട് ഇപ്പോ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ. അങ്ങനെ ചപ്രത്തലയൻ ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ കണ്ണാടിപ്പയ്യന് മനസ്സിലാവും ഇപ്പൊ ഇവർ ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്താ അത് വലിയ അപകടമാണ്. അതുകൊണ്ട് കണ്ണാടിക്കാരൻ പറയും, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ മുൻപില് ഇപ്പൊ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്വിം ചെയ്യാം. എന്നിട്ട് ആരാണോ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് സ്വിം ചെയ്യുന്നത് അവനെ വിജയായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. അത് കേട്ടിപ്പോ എല്ലാവരും കൈയടിക്കും. ഇവിടെ ചപ്രത്തലയനാണെങ്കിൽ നമ്മുടെ ഇസുക്ക് പയ്യനെയും അതുപോലെ തന്നെ ടോഡറോക്കെയും തോൽപ്പിച്ച് 1ാമത് വരുന്നു പറഞ്ഞ് പോളിന്റെ തൊട്ടടുത്തേക്ക് വരും.
അങ്ങനെ അല്പസമയം കഴിയുമ്പോ ഇപ്പൊ ഫസ്റ്റ് ടീം നീന്താനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. വിസിലിന്റെ സൗണ്ട് കേൾക്കുമ്പോ എല്ലാവരും നീന്താൻ തുടങ്ങും. പക്ഷെ ചപ്രത്തലയൻ അവൻ സ്പീഡിൽ ഓടി സ്വിമ്മിംഗ് പൂൾ ക്രോസ് ചെയ്ത് ഇപ്പൊ ഫസ്റ്റ് അടിക്കും. സ്വിമ്മ് ചെയ്യാത്ത ഒരാള് ആദ്യമായിട്ട് ഇപ്പൊ സ്വിമ്മിംഗ് മത്സരത്തില് ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ബാച്ചില് ഒരൊറ്റ ആള് പോലും സ്വിമ്മ് ചെയ്യില്ല. അവരെല്ലാവരും പറന്നുപോയി സ്വിമ്മിംഗ് പൂൾ സിമ്പിൾ ആയിട്ട് ക്രോസ് ചെയ്യും. ഈ ബാച്ചില് നമ്മുടെ ടോഡ്രോക്കി ഫസ്റ്റ് അടിക്കും. അടുത്ത ബാച്ച് നമ്മുടെ ഇസുക്ക് പയ്യന്റേതാണ്. നമ്മുടെ ആള് വമ്പ സ്പീഡിൽ നീന്തും. കണ്ണാടി പയ്യൻ അവനവന്റെ ബൂസ്റ്റർ ഉപയോഗിച്ച് ഇപ്പൊ സ്പീഡിൽ ഓടാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ ആള് അവൻ ഉഷാറായിട്ട് നീന്തി ഇപ്പൊ ഫസ്റ്റ് അടിക്കും. അങ്ങനെ അവസാനമായിട്ട് ടോഡ്രോക്കി, ലിഡ, ഇസുക്ക് പയ്യൻ ഇവര് 3 പേരും പരസ്പരം ഷെയ്ക്കാനൊക്കെ കൊടുത്ത് ഇപ്പൊ ഫ്ലാഷ് ബാക്കില് അവര് കടന്നു വന്ന ഡേഞ്ചർ സിറ്റുവേഷൻസ് അതൊക്കെ ആലോചിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കും. അവിടെ ചിരിക്കുട്ടനുമായിട്ട് ഇപ്പൊ പോലീസ് ഓഫീസർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ വില്ലന്മാരും സംഘം ചേർന്ന് ആ ലീഗ് ഓഫ് വില്ലൻസില് മെമ്പേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരാദ്യമായിട്ട് ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നാണ് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്തത്. അതിനുശേഷം തുടരെ അവരുടെ അറ്റാക്ക് അത് നടന്നുകൊണ്ടേയിരുന്നു. ഹീറോ കില്ലറിനെ പിടിച്ചതിന് ശേഷം ഇപ്പൊ അവന്റെ ഫാൻസും ലീഗ് ഓഫ് വില്ലൻസില് മെമ്പേഴ്സ് ആവാൻ തുടങ്ങിയിരിക്കുകയാണ്. അവസാനമായിട്ട് ഇസുക്ക് പയ്യനും അവനും ആ ഒരു വില്ലന്മാരുടെ ലീഡറിന്റെ കയ്യിൽ പെട്ടുപോയി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവന് നമ്മൾ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. ഇനിയും ഇതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങള് സിറ്റിയിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉടനെ എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ ചെയ്യണം. കട്ട് ചെയ്താ വീണ്ടും ഇവിടെ നമ്മുടെ 3 ആൾക്കാരും സ്വിം ചെയ്യാൻ പോവാണ്. ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ചപ്രത്തലയൻ, ഇസുക്ക് പയ്യൻ, ടോഡ്രോക്കി. ചപ്രത്തലയനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ആവേശാവും. കാരണം അവന് ഹീറോയെ തോൽപ്പിക്കാൻ കിട്ടിയ ഒരു അടിപൊളി ചാൻസ് ആണ്. വിസിലിന്റെ സൗണ്ട് കേട്ട് നമ്മുടെ 3 ആൾക്കാരും എടുത്തു ചാടാനായിട്ട് നിൽക്കും. പക്ഷെ അപ്പോഴേക്കും അവര് 3 പേരും ഇപ്പൊ കാല് വഴുതി താഴെ വീഴും. എല്ലാവരും ഷോക്കായിട്ട് എന്തു പറ്റിയെന്ന് പറഞ്ഞ് ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും അവര് മാസ്റ്റർ കാണുക. മാസ്റ്റർ വന്ന് അവരെ 3 പേരെയും സിമ്പിളായിട്ട് വെള്ളത്തിൽ തള്ളിയിട്ടു. മാസ്റ്റർ പറയും, സമയം 5 മണിയായി, അതുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് ഓടിക്കോ. അത് കേട്ട് സ്റ്റുഡൻസ് അവര് ബാഗും പൊക്കി അവിടുന്ന് ഓടും. കട്ട് ചെയ്താ നമ്മുടെ ചോപ്പൻ തലയൻ കരീഷ്മ പയ്യൻ അവൻ ചപ്രത്തലയനോട് ചോദിക്കും, നിനക്ക് ഇസുക്ക് പയ്യനോട് എന്തിനാ ഇത്രയും ദേഷ്യം? നമ്മളെല്ലാവരും ഒരേ ക്ലാസ്സിലെ സ്റ്റുഡൻസ് അല്ലേ? അവനെയും ഒരു നല്ല ഫ്രണ്ടായിട്ട് നിനക്ക് കണ്ടുകൂടെ ചോദിക്കുമ്പോ അതിന് ചപ്രത്തലയൻ പറയും, എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ചിരിക്കുട്ടൻ ആളെ കഴിഞ്ഞും വലിയൊരു സൂപ്പർ ഹീറോ ആയി മാറണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ഹീറോയെ കാണിക്കും. അവൻ ആ ബീച്ചിനടുത്തേക്ക് വന്ന് അവന് ചിരിക്കുട്ടൻ ട്രെയിനിങ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് അയവിറക്കി അങ്ങനെ നിൽക്കും. അപ്പൊ അവിടേക്ക് ഇപ്പൊ ചിരിക്കുട്ടനും വന്ന് ഹീറോയോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ US സ്കൂളില് നമ്മുടെ കണ്ണാടി മാസ്റ്റർ ആളിപ്പോ വെക്കേഷൻ ട്രെയിനിങ് നടക്കുന്ന ആ ഒരു ലൊക്കേഷൻ അത് ചേഞ്ച് ചെയ്യും. കാരണം ഓൾറെഡി വില്ലന്മാർക്ക് ആ സ്ഥലത്തെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്ത ആ ഡോമർ വില്ലൻ അവനെ ആരോ കോൾ ചെയ്ത് നമ്മുടെ പിള്ളേര് ആ ഒരു ട്രെയിനിങ്ങിന് പോകുന്ന ആ ഒരു ലൊക്കേഷൻ അത് പറഞ്ഞു കൊടുക്കും. അത് കേട്ട് അവൻ ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.